ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒന്നാം സ്ഥാനം ദൈവത്തിന്, രണ്ടാം സ്ഥാനം ശുശ്രൂഷയ്ക്ക്, മൂന്നാം സ്ഥാനം കുടുംബത്തിന്. നമുക്ക് വചനത്തിൽ ഇതെങ്ങനെയാണ് പറയുന്നത് എന്ന് നോക്കാം. 1 യോഹന്നാൻ 1-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം പറയുന്നത്, നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിലോ അവിടുന്ന് നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് എല്ലാ അനീതിയിൽ നിന്നും നമ്മളെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും എത്ര എന്ന് പറഞ്ഞാൽ, പാപങ്ങൾ ഏറ്റുപറയണം. ഏറ്റുപറഞ്ഞാൽ അവിടുന്ന് ക്ഷമിക്കും, എല്ലാ അനീതിയിൽ നിന്നും ശുദ്ധീകരിക്കും. അതിന് ദൈവം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഒന്നുകൂടെ പറയാം. പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ അവിടുന്ന് നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് എല്ലാ അനീതിയിൽ നിന്നും ശുദ്ധീകരിക്കും. അതിന് ദൈവം വിശ്വസ്തനും നീതിമാനുമാണ്. ഒന്നാമത്തെ കാര്യം, ഏറ്റുപറയണമെങ്കിൽ നമ്മളിത് ഓർക്കണം. ഓർക്കണമെങ്കിൽ ജീവിതത്തിൽ ഓർമ്മ വെച്ച കാലം തൊട്ട് പെട്ടുപോയ പല കാര്യങ്ങളും ഓർക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കണം. നമ്മൾ മറന്നുപോകും, ചോദിച്ചാൽ ദൈവം ഓർമ്മിപ്പിക്കും. ദാവീദ് പറഞ്ഞത് 25-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, എൻ്റെ പാപങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കണമേ. മലയാളത്തിൽ അത് എഴുതിയപ്പോൾ ഓർമ്മിപ്പിക്കരുത് എന്ന് എഴുതി വെച്ചു. എന്തൊരു ചതിയാ സത്യത്തിൽ ചെയ്യുന്നത്. ഇത് വായിച്ചിട്ടാണ് ജനം ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ വിശ്വാസി ധരിക്കുന്നത് വിശ്വാസിയുടെ കാര്യങ്ങളെല്ലാം ദൈവം ഓർത്തങ്ങ് ശുദ്ധീകരിക്കണം. ദൈവം ഓർത്ത് ശുദ്ധീകരിക്കുന്നില്ല എന്നതിൻ്റെ തെളിവല്ലേ വിശ്വാസികളുടെ ജീവിതം തന്നെ. കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയല്ലേ. ഒത്തിരി ദൂത് കേട്ടില്ലേ, ഒത്തിരി സന്ദേശങ്ങൾ കേട്ടില്ലേ, വല്ല മാറ്റം ഉണ്ടായോ? മാറ്റം ഉണ്ടാകാത്തത് കൊണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ച് പോകുമ്പോൾ വചനം കിടക്കുന്നത് പോലെയേ ദൈവം ചെയ്യുള്ളൂ. വചനം പറയുന്നതിനപ്പുറവും ഇപ്പുറവും ദൈവം ചെയ്യില്ല. സങ്കീർത്തനം 25-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ദാവീദ് എഴുതി വച്ചിരിക്കുന്നു. 25-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ, എൻ്റെ അരിഷ്ടതയും ദുരിതവും നോക്കണമേ, എൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കണമേ. ദാവീദ് പറയുക, ദാവീദ് രാജാവ് പറയുക, എൻ്റെ അരിഷ്ടതയും ദുരിതങ്ങളും നോക്കണമേ. ഇനി രാജാവാകുന്നതിന് മുമ്പുള്ള കാലഘട്ടമായിരിക്കാം. അദ്ദേഹം പറയുന്നു, എൻ്റെ അരിഷ്ടതയും ദുരിതങ്ങളും നോക്കണമേ. ദാവീദിന് ഇങ്ങനെ പ്രാർത്ഥിക്കാമെങ്കിൽ എന്തുകൊണ്ടൊരു പുതിയ നിയമ വിശ്വാസി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നില്ല? അപ്പം അതിന് സാങ്കേതികപരമായിട്ട് ശാസ്ത്രീയമായിട്ട് ന്യായപ്രമാണം പഠിച്ച വ്യക്തികൾ പറയും, യേശുക്രിസ്തു കാൽവരിയിൽ ഇതെല്ലാം പൂർത്തീകരിച്ചു. അങ്ങനെയാണെങ്കിൽ യഹൂദൻ ജീവിക്കുന്നതിൽ സ്റ്റാൻഡേർഡായിട്ട് കേരളത്തിലെ വിശ്വാസി മുഴുവൻ ജീവിക്കേണ്ടതല്ലേ? ഇപ്പോൾ യഹൂദൻ്റെ വീട്ടിലെ അടുക്കളപ്പണി പോലും കേരളത്തിലെ വിശ്വാസിക്കില്ലല്ലോ, നല്ലൊരു ശതമാനത്തിനും. പരമ്പരാഗത സംവിധാനത്തിലോട്ട് ചെന്നാൽ 90% ഇല്ലല്ലോ. അപ്പോൾ നമ്മളിത് ഏറ്റു പറയണം. എൻ്റെ ദുഃഖങ്ങളും പ്രയാസങ്ങളുടെയൊക്കെ കാരണം പാപങ്ങളും ശാപങ്ങളും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഓർത്ത് ഏറ്റു പറഞ്ഞ് വിടുവിക്കണമേ എന്ന് അപേക്ഷിക്കുമ്പോൾ ദൈവം വിടുവിക്കുമെന്നാണ്. ഞാനിത് പറഞ്ഞിട്ട് എന്നോട് ചെയ്യേണ്ടത് എന്നതാണെന്ന് ലൂക്കാ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 24, 25 വാക്യങ്ങളിൽ 25, 26 വാക്യങ്ങൾ എഴുതിയേക്കുന്നു. ഒരു വലിയ ജനക്കൂട്ടം യേശുവിനോട് കൂടെ സഞ്ചരിച്ചിരുന്നു. യേശു അവരുടെ നേർക്ക് തിരിഞ്ഞ് അവരോട് പറഞ്ഞത്, ഒരുവൻ എൻ്റെ അടുക്കൽ വരുവിനുകയും തൻ്റെ അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരരെയും സഹോദരിയെയും സ്വന്തം ജീവനെ തന്നെയും വെറുക്കാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ എൻ്റെ ശിഷ്യനായിരിക്കുവാൻ സാധ്യമല്ല. ഈ കേരളത്തിലെ പ്രത്യേകിച്ച് നൂജൻ സഭകളുടെ ഇടയ്ക്കുള്ള ഏറ്റവും വലിയൊരു പഠിപ്പീര്, ഒന്നാമത്തേത് സ്ഥാനം ദൈവത്തിന്, 2-ാം സ്ഥാനം കുടുംബത്തിന്, 3-ാം സ്ഥാനം ശുശ്രൂഷയ്ക്ക്. ഒന്നുകൂടെ പറയാം. നൂജൻ സഭകൾ മിക്കതും പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. 1-ാം സ്ഥാനം ദൈവം, 2-ാം സ്ഥാനം കുടുംബം, 3-ാം സ്ഥാനം ശുശ്രൂഷ. ഇത് കുടുംബം എന്നവർ ഉദ്ദേശിക്കുന്നത് സഭയെക്കുറിച്ചാണെങ്കിൽ അത് ശരിയാവും, സഭയെക്കുറിച്ചാണെങ്കിൽ. പക്ഷേ അതല്ല, തൻ്റെ വ്യക്തിപരമായ കുടുംബമാണെങ്കിൽ ഈ വാക്യം ഒക്കത്തില്ല. ഒരുവൻ എൻ്റെ അടുക്കൽ വരികയും തൻ്റെ അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും സ്വന്തം ജീവനെ തന്നെ വെറുക്കാതിരിക്കുകയും ചെയ്യുന്നെങ്കിൽ അവൻ എൻ്റെ ശിഷ്യനായിരിക്കുവാൻ സാധ്യമല്ല. ശിഷ്യനാണെങ്കിൽ ഇങ്ങനെയായിരിക്കും.
അപ്പോൾ ഇതിനെ നമ്മൾ മുന്നോട്ട് ചിന്തിച്ച് പോകാമെങ്കിൽ കൊറിന്ത്യ ലേഖനം 1 കൊറിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങൾ പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലേ? നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലേ? ആരെങ്കിലും ദൈവത്തിൻ്റെ ആലയം നശിപ്പിച്ചാൽ അയാളെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ ആലയം വിശുദ്ധം, ആ ദേവാലയം നിങ്ങൾ തന്നെ എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ വിശ്വസിക്കുന്ന ആളുകളാണ് ദൈവത്തിൻ്റെ മന്ദിരം. പക്ഷേ അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ചെറിയ പ്രശ്നമല്ല, ചെറുതല്ലാത്ത ഒരു പ്രശ്നമുണ്ട്. ഞാൻ യേശുവിൽ വിശ്വസിച്ചു, യേശുവിൻ്റെ മന്ദിരമായിട്ട് ഞാൻ മാറി, അല്ലെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായിട്ട് ഞാൻ മാറി എന്ന് പറഞ്ഞാലും അതിനകത്തൊരു വലിയ പ്രശ്നവും കൂടെ കിടപ്പുണ്ട്. ആ പ്രശ്നം 1 കൊറിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങളാണ്. 19-20 പറയുന്നത്, ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങളിൽ വസിക്കുന്നതുമായ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്നറിയുന്നില്ലേ? അറിയാലോ. അവിടെ അതിൻ്റെ ബാക്കി പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. വില എന്താ? 1 പത്രോസ് 1:18-19 പറയുന്നു, കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താൽ. അതായത് കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊടുത്ത് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല. ഞാൻ പോലും എനിക്ക് സ്വന്തം അല്ലെങ്കിൽ പിന്നെ 1-ാം സ്ഥാനം ദൈവത്തിനും പിന്നത്തെ 2-ാമത്തെ സ്ഥാനം കുടുംബം, അത് പറയാൻ പറ്റുമോ? അത് പറയാൻ പറ്റത്തില്ല. 1-ാം സ്ഥാനം ദൈവത്തിനാണെങ്കിൽ പ്രാർത്ഥനയും ഉപവാസവും വചനധ്യാനവും ശുശ്രൂഷയും ഇതെല്ലാം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ. അതിന് ജീവിതം തന്നെ 2-ാം സ്ഥാനമാണ്. ജീവിതം തന്നെ 2-ാം സ്ഥാനത്താണെങ്കിൽ 1-ാം സ്ഥാനത്തിൽ ദൈവത്തിന് കൊടുത്തിരിക്കുന്ന ദൈവമാണെങ്കിൽ ദൈവത്തിന് കൊടുത്ത ശുശ്രൂഷയും കൂട്ടത്തിൽ തന്നെ ഉണ്ടാവണം. കാരണം ഈ പ്രാർത്ഥനയും ഉപവാസവും വചനധ്യാനവും ഒക്കെ ഈ ശുശ്രൂഷയുടെ ഭാഗങ്ങൾ തന്നെയാണ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെ. അങ്ങനെ അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ ലൂക്ക 21:34 ഒന്ന് വായിക്കാം. അമിത ഭക്ഷണത്താലും മദ്യപാനത്താലും ജീവിതത്തിൻ്റെ ചിന്താകുലങ്ങളാലും നിങ്ങളുടെ ഹൃദയം ഭാരപ്പെടുകയും ആ നാൾ ഒരു കെണി എന്ന പോലെ നിങ്ങളുടെ മേൽ വരികയും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. അതിൻ്റെ അടുത്ത വാക്യം കൂടെ വായിച്ചാൽ, അത് ഭൂതലത്തിൽ ജീവിക്കുന്ന സകലരുടെ മേലും വരും. അമിത ഭക്ഷണത്താലും മദ്യപാനത്താലും ജീവിതത്തിൻ്റെ ചിന്താകുലങ്ങളാലും നിങ്ങളുടെ ഹൃദയം ഭാരപ്പെടുകയും. അതായത് 1-ാം സ്ഥാനം ദൈവവും 2-ാം സ്ഥാനവും കുടുംബവുമായിട്ട് വന്നാൽ അതൊരു കള്ളപ്പടിപ്പീരാണ്. അത് ശരിയാവില്ലത്. അതൊക്കെ പറയുമ്പോൾ 1-ാം സ്ഥാനം ദൈവം, ഓക്കെ, 2-ാം സ്ഥാനം കുടുംബം എന്ന് പറയുമ്പോൾ അവൻ കുടുംബത്തിൻ്റെ കാര്യം നോക്കി നടന്നോളും. 3-ാം സ്ഥാനമല്ലേ ശുശ്രൂഷയ്ക്കുള്ളൂ. അപ്പോൾ ഇതിന് പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ, കുടുംബത്തെ മറന്നിട്ട് ശുശ്രൂഷ ചെയ്യുന്നവരെ ഉദ്ദേശിച്ചാണ് ഞങ്ങളെന്നങ്ങ് പറഞ്ഞു വെക്കും. പക്ഷേ നമ്മുടെ കേരളത്തിലെയൊക്കെ പല ശുശ്രൂഷകളുടെയും അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഭൗതിക നന്മകളാണ്. അങ്ങനെ വന്നാൽ എന്നാ സംഭവിക്കുന്നത് ചോദിച്ചാൽ, അമിത ഭക്ഷണത്താലും മദ്യപാനത്താലും ജീവിതത്തിൻ്റെ ചിന്താകുലങ്ങളാലും നിങ്ങളുടെ ഹൃദയം ഭാരപ്പെടുകയും. അപ്പം നമ്മൾ മനസ്സിലാക്കുമ്പോൾ വിശ്വാസികൾ നല്ലൊരു ശതമാനവും ഭാരപ്പെടുന്നത് ഇതൊക്കെ തന്നെയാണ്. അമിത ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും, മദ്യപാനം പിന്നെ പരസ്യമായിട്ടില്ലായിരിക്കാം, ജീവിതത്തിൻ്റെ ചിന്താകുലങ്ങളാലും നിങ്ങളുടെ ഹൃദയം ഭാരപ്പെടുകയും ആ നാൾ ഒരു കെണി എന്ന പോലെ നിങ്ങളുടെ മേൽ വരാതിരിക്കാനും സൂക്ഷിച്ചു കൊള്ളുവിൻ. കെണി എന്നതുപോലെ നിങ്ങളുടെ മേൽ വരാതിരിക്കാനും സൂക്ഷിച്ചു കൊള്ളുവിൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞു വെക്കുന്ന ഇതാണ്, സ്വസ്ഥമായൊരു ജീവിതം, സ്വല്പം പ്രാർത്ഥന, സ്വല്പം വചനം, പിന്നെ ഒരു സ്വന്തം കുറേ രസങ്ങളും ഒക്കെ ആയിട്ട്. ഇതാണ് ഇതിൻ്റെ കളി എന്ന് പറയുന്നത്. ന്യൂജനിലൊക്കെ പറയുന്നത് നമുക്ക് അല്പം പ്രാർത്ഥന, അല്പം വചനം, പിന്നെ സ്വസ്ഥമായൊരു ജീവിതം, പിന്നെ കുറച്ച് രസങ്ങൾ, ഇതെല്ലാം കൂടെ പറയുമ്പോൾ നമ്മൾ നേരത്തെ ആയിരുന്ന മതത്തിൽ
നമ്മൾ കളിച്ചുകൊണ്ടിരുന്ന കളി വിശ്വാസഗോളത്തിലേക്ക് വന്നപ്പോൾ അവിടുത്തെ പുരോഹിതനെയും പുരോഹിത ശുശ്രൂഷകളെ അങ്ങ് മാറ്റിവെച്ചിട്ട് വിശ്വാസഗോളത്തിൽ പാസ്റ്ററേയും അങ്ങോട്ട് പ്രതിഷ്ഠിച്ചു, പുരോഹിത ശുശ്രൂഷകൾ മാറ്റിവെച്ചു എന്നുള്ളതേ ഉള്ളൂ. മതത്തിലായിരുന്ന കാലത്തെ വിശുദ്ധ ജീവിതം, വിശുദ്ധൻ എന്ന് തന്നെത്താൻ കണക്ക് കൂട്ടുന്ന ജീവിതം ഇവിടെ വന്നപ്പോൾ അല്പസ്വല്പം കാര്യങ്ങൾ അങ്ങ് വേണ്ടെന്ന് വെച്ചു. മദ്യപാനം വേണ്ടെന്ന് വെച്ചെങ്കിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ട് പുരോഹിതനെയും പുരോഹിത ശുശ്രൂഷയും ഒതുക്കി നിർത്തിയിട്ട് മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ മതത്തിലായിരുന്നത് പോലെ തന്നെ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എനിക്ക് അത്യാവശ്യം ഒരു ഭൗതിക സ്വസ്ഥതയും ജീവിതവും പിന്നെ യേശുവും ഇച്ചിരി വചനവും, ആ രീതിയിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോവില്ല. അതുകൊണ്ട് തന്നെ പറയട്ടെ, ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുത്താൽ ശുശ്രൂഷയും ആ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും. ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുത്തവൻ ശുശ്രൂഷ ആ കൂട്ടത്തിൽ ഇല്ലെങ്കിൽ അവൻ ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുത്തിട്ടില്ല. രണ്ടാം സ്ഥാനമായി അവൻ്റെ കുടുംബത്തിനാണ് ഒന്നാം സ്ഥാനം കൊടുത്തിരിക്കുന്നത്. കുടുംബത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തിരിക്കുന്നവൻ ദൈവത്തിന് യോഗ്യനുമല്ല. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല ദിവസത്തിനായി നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് കർത്താവെ ഞങ്ങളുടെ പ്രവൃത്തികളിലൂടെ തെളിയിക്കണമേ. ചില വ്യക്തികൾ ഒന്നാം സ്ഥാനം തങ്ങളുടെ ജഡത്തിന്, തങ്ങളുടെ ഇഷ്ടത്തിന്, തങ്ങളുടെ ആഗ്രഹത്തിന് കൊടുത്തിട്ട് അവർ പറയും ദൈവത്തിന് ഒന്നാം സ്ഥാനം. എൻ്റെ ദൈവമേ, ഞങ്ങൾ അങ്ങനെയാണോ എന്ന്, എന്നെ ശ്രമിക്കുന്ന ഓരോരുത്തരും അങ്ങനെയാണോ എന്ന് അങ്ങ് ആ വ്യക്തികളെ ശോധന ചെയ്യുവാൻ അനുവദിക്കണമേ. എൻ്റെ കർത്താവേ, അങ്ങനെ അല്ല എങ്കിൽ അവരെ വചനത്തിൻ്റെ വ്യവസ്ഥയിലാകുവാൻ ദൈവം അവരെ സഹായിക്കണമേ. കേൾവിക്കാരെ ഓരോരുത്തരെയും തങ്ങളെങ്ങനെയാണ് ജീവിക്കുന്നതെന്ന്, തങ്ങളുടെ ലക്ഷ്യങ്ങൾ തങ്ങളുടെ ജഡത്തിൻ്റെ ഇഷ്ടങ്ങളാണോ എന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.